ഗൈസ്, എനിക്ക് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മമാര് ചോറ്റുപാത്രം തന്നു വിടത്തില്ലേ, ലൈക്ക് അതിനകത്ത് മെഴുക്കുവരട്ടി, തോരൻ, ചമ്മന്തി. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് കഴിക്കാനൊരു ആഗ്രഹം. അപ്പോ നമുക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്താലോ? സാധാരണ പൊതിച്ചോറിനകത്ത് നമ്മൾ കെട്ടാറുണ്ട്, പക്ഷെ ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ടിഫിൻ ബോക്സിനകത്താണ് ഇത് പ്രിപ്പയർ ചെയ്തത്. ലെറ്റ്സ് പ്ലേ. ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ചോറ് ഇടാം, പൊങ്കാല ഇടരുത്. ചീരത്തോരൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മെഴുക്കുവരട്ടി ഗൈസ്, ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി. സോ ഡയറ്റിനെതിരാണെങ്കിലും വല്ലപ്പോഴും ഒരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ. മുട്ട പൊരിച്ചത് കുറച്ച് പ്രോട്ടീൻ ആവട്ടെ. ചമ്മന്തി പണ്ടൊക്കെ അവന്മാര് സ്പൂണൊന്നും ഉപയോഗിക്കാറില്ല, ഇതിനകത്ത് തന്നെ ഒരു ഉരുള എടുത്ത് ഉരുട്ടി വെക്കാണ് ചെയ്തത്. ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, ഇവിടെ വെക്കാവേ. അപ്പോഴേ ഉച്ചക്ക് കഴിക്കാൻ നേരം കാണാവേ ഗൈസ്. അപ്പോ 1:30 ആയി. നമ്മുടെ ടിഫിൻ ബോക്സ് നമുക്ക് പൊളിച്ചാലോ? തുറന്നാലും നമ്മുടെ ടിഫിൻ ബോക്സ് നമുക്ക് ഓരോന്ന് ഓരോ സൈഡിലേക്ക് ഇച്ചിരി മാറ്റി വെക്കാം. ഇങ്ങനെ രണ്ടും ഇതിങ്ങനെ ഇരുന്നോട്ടല്ലേ. നമുക്കൊരു സൈഡിൽ ഇച്ചിരി ഇളക്കാം. കൊഞ്ചം ചമ്മന്തി, ഇച്ചിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആണ്. പക്ഷെ ഞാൻ ഇതൊക്കെ കുറച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഇതൊക്കെ മതി, നമുക്കിത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് മമ്മി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്റെ വീഡിയോ എടുക്കല്ലേ മോളെ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എടുക്കുന്നില്ല. കിടിലം ഗൈസ്. അപ്പൊ ഇതായിരുന്നു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മമ്മി എനിക്ക് തന്നുകൊണ്ടിരുന്ന ടിഫിൻ ബോക്സ്. എപ്പോഴും ഒരു മെഴുക്കോട്ടി കാണും, ഒന്നെങ്കിൽ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്, ചമ്മന്തി, തോരൻ, മിക്കവാറും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ആസ്വദിച്ചു കഴിക്കട്ടെ. ബൈ.